നാളെ കിക്ക് ഓഫ് ചെയ്യുന്ന നഗ്ജി അന്താരാഷ്ട്ര ക്ലബ് ഫുട്ബോളിനായി ടീമുകൾ അവസാനഘട്ട പരിശീലനത്തിലാണ്. കോഴിക്കോട്ടെ വിവിധ ഗ്രൌണ്ടുകളിലാണ് ടീമുകളുടെ പരിശീലനം. നാളെ വൈകിട്ട് 7 മണിക്ക് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ പ്രമുഖ വ്യവസായി MA യൂസഫ് അലി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന മത്സരത്തിൽ ബ്രസീൽ ക്ലബ്ബ് അത്ലറ്റിക്കോ പരാനൻസ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള വാറ്റ്ഫോർഡ് FC നേരിടും. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന മുഴുവൻ ടീമുകളും കോഴിക്കോട്ടെത്തി. മെഡിക്കൽ കോളേജ്, ഫറൂഖ് HSS, ദേവഗിരി കോളേജ്, പുതിയാപ്പ എന്നിവിടങ്ങളിലാണ് പരിശീലനം. കാൽപന്തുകളിയെ നെഞ്ചിലേറ്റിയ നാടിന്റെ ഗ്രൗണ്ട് സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് ടീമുകൾ ഇറങ്ങുക. ഒപ്പം നാഗ്ജി കപ്പ് സ്വന്തം നാട്ടിലെത്തിക്കാമെന്ന പ്രതീക്ഷയും. I think we're just looking forward to the games. Obviously, there's going to be big crowds there, so I think the players will enjoy that. People here seem to enjoy their football, very excited about it, so we're looking forward to obviously trying to entertain them and making them enjoy the game as well. I hope so. We'll try our best. We're trying obviously a tough group. Argentina obviously been very good, so we look forward to it. We'll try our hardest. We always work hard as a group, so we'll try to be there come the final. 4 ടീം വീതമുള്ള 2 ഗ്രൂപ്പായാണ് മത്സരം. ഗ്രൂപ്പ് എയിൽ അത്ലറ്റിക്കോ പരാനൻസ്, വാറ്റ്ഫോർഡ് FC റാപ്പിഡ് ബുക്കുറസ്റ്റി, ബോളിൻ ലുഡ്സ് എന്നീ ടീമുകൾ. ഗ്രൂപ്പ് ബിയിൽ അർജന്റീന അണ്ടർ-23 ടീം, TSV 1860 മ്യൂണിക്, ഷാംറോക്ക് റോവേഴ്സ്, ഒപ്പം FC ഡിൻപ്രോയും. ഈ മാസം 12 വരെ നീളുന്ന ഗ്രൂപ്പ് മത്സരങ്ങൾക്ക് ശേഷം സെമി ഫൈനലുകൾ. 21 ഫൈനൽ. അർജന്റീനയും അത്ലറ്റിക്കോ പാരൻസും അടക്കം യൂറോപ്പിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നുമുള്ള 8 ടീമുകൾ കളിക്കളത്തിലിറങ്ങുമ്പോൾ ഈ ഗാലറികൾ ആവേശത്തിന്റെ കൊടുമുടിയേറും. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നിന്നും സഞ്ജു പറ്റമലിനൊപ്പം K. ഇല്യാസ്, മീഡിയ 1.